ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മളിന്ന് ഒരു ഔട്ടിങ്ങിന് പോവുകയാണ്. നമ്മളിന്ന് യുവാക്കിലേക്കാണ് പോകുന്നത്. യുവാക്ക് എന്ന് പറയുന്നത് ഒരു മാളാണ്. ആ മാളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി. അപ്പോൾ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ യുവ മോളിൻ്റെ അവിടെ നമ്മൾ എത്തിയിട്ടുണ്ട്. പാർക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ പാർക്കിങ് കുറച്ച് റിസ്ക് ആയിരുന്നു കിട്ടാൻ കേട്ടോ. അത്യാവശ്യം ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഓൾമോസ്റ്റ് പാർക്കിംഗ് ഒക്കെ കിട്ടി. നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് യുവ മാളിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇതാ നമ്മൾ അണ്ടർ ആർമോറിൻ്റെ ഷോപ്പിലൊന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ടുണ്ട്. അവിടെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് കരുതിയിട്ട് വെറുതെ നമ്മൾ ഷോപ്പിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി സാധനങ്ങളൊക്കെ ഒന്ന് വെറുതെ നോക്കി. ടീഷർട്ട്സിനും ജോഗേഴ്സിനൊക്കെ അത്യാവശ്യം നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ചെരുപ്പുകൾക്കും അത്യാവശ്യം നല്ല രീതിക്കുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് പുറത്തിറങ്ങി അങ്ങനെ വേറെ ഷോപ്പുകളിലും കാര്യങ്ങളിലൊക്കെ കയറാൻ വേണ്ടി അങ്ങനെ അൾഡോൻ്റെ ഒരു ഷോപ്പ് കണ്ടപ്പോൾ ബാഗിനും കാര്യങ്ങൾക്കൊക്കെ ഓഫേഴ്സ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് കയറി നോക്കി. അവിടെ ഒരുപാട് നല്ല ബാഗുകളും അതുപോലെ തന്നെ ജ്വല്ലറി ആക്സസറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഐറ്റംസ് ഇഷ്ടമായി. പക്ഷെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ. ഈ ഒരു ഫ്ലോറൽ പ്രിന്റ് വരുന്ന ബാഗ് എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓഫർ ഉണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ് അത് നോക്കിയത്. അവിടെ 165 എന്നിങ്ങനെ ജസ്റ്റ് കണ്ടിരുന്നു. പക്ഷെ ഈ ഒരു ബാഗിന് ഓഫർ ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ താഴത്തെ റാക്കിലുള്ള ബാഗ്സിന് മാത്രമേ ഓഫർ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ ബാഗ് എടുത്തില്ല. അതിന് നമ്മൾ ആക്സസറീസും കാര്യങ്ങളൊക്കെ വെറുതെ ഒന്ന് ചെക്ക് ചെയ്തു. നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ഭംഗിയുള്ള ആക്സസറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി മൊമോസോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൽ കയറി. ഞാൻ മിനിസോ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ കയറാറുണ്ട്. പക്ഷെ മൊമോസോ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ. ഇവിടെ ഒരുപാട് ക്യൂട്ടായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. നമുക്ക് കണ്ടാൽ ഇങ്ങനെ വാങ്ങിക്കണം എന്ന് തോന്നും. അങ്ങനെ ആ ഷോപ്പിൽ വെറുതെ ഒന്ന് കയറിയിട്ട് അവിടുത്തെ സാധനങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കി. കുറച്ച് നേരം അവിടെ ഞങ്ങളൊന്നിങ്ങനെ സ്പെൻഡ് ചെയ്തു. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു ടോയ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുത്തെ വേറെ ഐറ്റംസും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വെറുതെ അങ്ങനെ ചുറ്റിക്കറങ്ങാണ്. ഈ ബാഗ് സാധാരണ ഒരു മെറ്റീരിയൽ അല്ല, പ്ലാസ്റ്റിക്കും അല്ല സിലിക്കോണും അല്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് കേട്ടത്. ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഞങ്ങൾ വെറുതെ ബാഗ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി. ഈ ഷോപ്പിലും കുറച്ച് ടൈമൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് ഈ കിച്ചൺസും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു ഡോൾ പോലത്തെ ക്യൂട്ടായിട്ടുള്ള അതിലും ക്യൂട്ടായിരുന്നു യെല്ലോ കളർ കാണാൻ കേട്ടോ. കുഞ്ഞു കുട്ടികളെ പോലെ നമുക്ക് തോന്നും. ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. അങ്ങനെ എൻ്റെ ഫേവറേറ്റ് ഐറ്റംസിൻ്റെ സെക്ഷനിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ ഞാൻ സാധനങ്ങളൊന്നും വാങ്ങിച്ചതൊന്നുമില്ല. പിന്നെ എൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഷോപ്പിൽ പോയാൽ മതി. ആ സംഭവങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്താൽ മതി. വാങ്ങിക്കണം എന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഷോപ്പിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഐ ലവ് സിനോമി എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ഒരു സ്പിൻ ചെയ്തിട്ട് അങ്ങനെ വിൻ ചെയ്യുന്ന ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് നമ്മൾ നോക്കിയതേ ഉള്ളൂ. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തൊന്നുമില്ല. അങ്ങനെയാണ് ആപ്പിൾ സ്റ്റോർ കയറിയിട്ട് അവിടുത്തെ ഗാഡ്ജറ്റും കാര്യങ്ങളൊക്കെ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി. നമ്മൾ സാധനങ്ങളൊന്നും വാങ്ങിക്കാനുള്ള പ്ലാനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വെറുതെ ഷോപ്പിൽ കയറുക, കുറച്ച് സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്യുക. വീക്കെൻഡ് ഒക്കെ അല്ലേ, അപ്പം എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങണ്ടേന്ന് കരുതിയിട്ട് അങ്ങനെയാണ് നമ്മൾ ഇവിടെ എത്തിയത് കേട്ടോ. അതിന് എനിക്ക് ഇങ്ങനത്തെ ഒരു ഐറ്റം വാങ്ങണമെന്നുണ്ടായിരുന്നു റൂമിലേക്ക്. അപ്പം ഞാനതിങ്ങനെ നോക്കിയിരുന്നു. ഈ ആനൻ്റെ എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടമായിരുന്നു. പക്ഷെ ഫസ്റ്റ് പറഞ്ഞിരുന്നത് ഞാൻ വാങ്ങണ്ട, അത് എൻ്റെ കയ്യിൽ നിന്ന് ചാടി പൊട്ടിയാൽ പിന്നെ ഭയങ്കര സങ്കടമാവും. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടത് വാങ്ങണ്ട, തൽക്കാലത്തേക്കുള്ളൊന്ന് വാങ്ങിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. കാരണം ഇങ്ങനത്തെ ഒരെണ്ണം ഓൾറെഡി നമ്മൾ വാങ്ങിയതുണ്ടായിരുന്നു. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ അവിടേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ ജസ്റ്റ് താൽക്കാലികത്തിന് ഒരെണ്ണം ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. വലിയ റേറ്റ് ഇല്ലാത്തൊന്ന് വാങ്ങിക്കാമെന്ന് കരുതി. നല്ല ഭംഗിയുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇതൊക്കെ അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ടുള്ള സംഭവമായിരുന്നു. പിന്നെ നമ്മളിവിടെ പെർമനൻ്റ് ആയിട്ട് നിൽക്കാനുള്ള പ്ലാനും കാര്യങ്ങളില്ല. നമ്മൾ ഇവിടുന്ന് ഷിഫ്റ്റ് ആവണം എന്നുള്ള പ്ലാനിലാണ്. ഒന്നും അങ്ങനെ ഡിസൈഡ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ സാധനങ്ങളൊന്നും റൂമിലേക്ക് വാങ്ങാറില്ല കേട്ടോ. അങ്ങനെ ഞാനൊരു ഐറ്റം അവിടെ നിന്ന് വാങ്ങിയിട്ട് നമ്മൾ ഇനി മുകളിലേക്കൊന്ന് പോയി നോക്കാം. അവിടെ എന്തൊക്കെ ഷോപ്സും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിലേക്ക് കയറുകയാണ്. പിന്നെ ഇന്ന് റൂമിൽ നിന്ന് ഇറങ്ങാൻ തന്നെ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ മഗ്‌രിബ് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഉടനെ ഇറങ്ങാറുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ പുറത്ത് പോകാനുള്ള ഒരു മൂഡും
മൂഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ജസ്റ്റ് ഒന്ന് കാസിക്ക പറഞ്ഞു പുറത്ത് പോവാന്ന്, അങ്ങനെ പറഞ്ഞപ്പോ ഒന്ന് ഇറങ്ങിയതാണ്. അങ്ങനെ നമ്മൾ മുകളിലെത്തിയപ്പോൾ താഴത്തേക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കിയപ്പോൾ ഇങ്ങനെ അത്യാവശ്യം നല്ല ഭംഗി തോന്നി. പിന്നെ ഈ മോളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട എന്താ വെച്ചാൽ ഇവിടുത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഒരുപാട് നല്ല സ്പോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതാ നമ്മള് മുകളിലത്തെ ഷോപ്പുകളിലൊക്കെ കയറി. ഇനി താഴത്തേക്ക് തന്നെ പോവാന്നില്ല ഇതിലായിട്ട്. മുകളിൽ ഇനിയും ഷോപ്സും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. ഇതിന്റെ ഫുള്ള് വർക്ക്സും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ അതാ ഇനി നമ്മള് താഴത്തേക്ക് തന്നെ പോവാണ് ട്ടോ. മുകളില് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ കേറിയ ശേഷം വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല. അവിടെ അത്യാവശ്യം നല്ല ബ്രാൻഡഡ് സാധനങ്ങൾക്ക് കുറഞ്ഞ റേറ്റിൽ തന്നെ അവൈലബിൾ ആയിരുന്നു ട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള ഒരു മൂഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മള് കൂടുതലായിട്ടൊന്നും വാങ്ങിച്ചതൊന്നുമില്ല. അങ്ങനെ നമുക്കിനി പുറത്തേക്ക് ഇറങ്ങി നോക്കാം. അവിടെ എന്തെല്ലാം കാര്യങ്ങളൊക്കെയാണുള്ളതെന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അങ്ങനെ അതാ നമ്മൾ സെൻട്രൽ പോയിന്റിൽ നിന്ന് ഈ ഒരു ഓയിൽ ബർണർ ആണ് ട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. റൂമിൽ ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി പുറത്തത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി. പുറത്ത് അത്യാവശ്യം നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ട്ടോ. ചെറിയ രീതിക്ക് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാത്രി സമയങ്ങളിൽ കുറച്ചൊക്കെ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്ടോ. പക്ഷെ പകൽ ഇപ്പോഴും ചൂടൊക്കെ തന്നെയാണ്. അങ്ങനെ നമ്മൾ പുറത്തു കൂടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നടന്നു നോക്കി. ഇവിടെ കൂടുതലും വരുന്നത് കോഫി ഷോപ്സും റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെയാണ് ട്ടോ. ഇവിടെ വലിയൊരു തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മള് മോളിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. ആ ഒരു ടൈം ആയപ്പോഴേക്കും തന്നെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട് ട്ടോ. പിന്നെ കുറച്ച് ഫാമിലീസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതിൽ നമുക്ക് അത്യാവശ്യം നടക്കാനുള്ള ഒരുപാട് സ്പേസ് ഉണ്ട് ട്ടോ. ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ഷോപ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതിൽ കുറേ ഫാമിലീസ് ഒക്കെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിരിക്കുന്നു. ഗായ്സ്, അങ്ങനെ നമ്മൾ ഇന്നത്തെ ഷോപ്പിങ്ങും ഔട്ടിങ്ങും ഒക്കെ ഏകദേശം തീർന്നു. ഇനി നമുക്കൊരു സ്ഥലത്തും കൂടി പോകാനുണ്ട്. ഒരു വൈറൽ ഐസ്ക്രീം ട്രൈ ചെയ്യാണ്. ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തതാണ്. ഇന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി. അപ്പം നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ GCC കൺട്രീസിലൊക്കെ വൈറൽ ആയിട്ടുള്ള ഐസ്ക്രീം അവൈലബിൾ ആയിട്ടുള്ള ഷോപ്പ്. ഇപ്പൊ ലുലുവിലും അവൈലബിൾ ആണെന്ന് ഞാൻ കേട്ടു. പക്ഷെ ലുലുവിൽ ഞാൻ പിന്നെ പോയിട്ടില്ല. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള വൈറൽ ഐസ്ക്രീം. നമ്മുടെ മാംഗോ ഫ്ലേവറിൽ വരുന്ന മാംഗോ ഷേപ്പിൽ വരുന്ന ഐസ്ക്രീം. ഇവിടെ ഈ ഐസ്ക്രീം മാത്രമല്ല ഒരുപാട് ചോക്ലേറ്റ്സും സ്വീറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ആ സ്വീറ്റ്സും ചോക്ലേറ്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. പിന്നെ എനിക്ക് ഈ ഷോപ്പിൽ കുറച്ച് റേറ്റും കാര്യങ്ങളൊക്കെ കൂടുതലാണോ എന്ന് തോന്നി. നമ്മുടെ കുനാഫ ചോക്ലേറ്റ് ഉണ്ട് ട്ടോ ഇവിടെ. ഇപ്പം GCCയിലൊക്കെ ഭയങ്കര viral ആയിട്ടുള്ള, നമ്മുടെ നാട്ടിലും അവൈലബിൾ ആണിത്. ഞാൻ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. ഇവിടെ 69 റിയാൽ അങ്ങനെ എന്തോ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനത് അവിടെ തന്നെ വെച്ചു. ഇതിന്റെ വേറെയും കുറേ ഫ്ലേവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ട്ടോ. ഒരു 4 ഫ്ലേവേഴ്സിലൊക്കെ ഇത് അവൈലബിൾ ആണെന്ന് തോന്നുന്നു. പക്ഷെ ഇത് റേറ്റ് കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ അത് എടുത്തില്ല. അത് അവിടെ തന്നെ വെച്ചു. നമ്മളിന്ന് മാംഗോ ഐസ്ക്രീം കഴിക്കാൻ കരുതി. അങ്ങനെ വേറെ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് ഇവിടെ. ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡിന്റെയും ചോക്ലേറ്റ്സും സ്വീറ്റ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ അതാ ഞങ്ങൾ വേറെ എന്തെങ്കിലും വാങ്ങിക്കണോ എന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിരുന്നു. നമ്മളുടെ കൊറിയൻ നൂഡിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്ടോ ഇവിടെ. സ്പൈസി വേർഷൻ, നോൺ സ്പൈസി വേർഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വെറുതെ ഇങ്ങനെ നമ്മുടെ പണ്ടത്തെ ഉപ്പമാരും ഇക്കാക്കമാരൊക്കെ കൊണ്ടുവരുന്ന പശുമുട്ടായി ഇല്ലേ, പശുമുട്ടായി അല്ല ഇതിന്റെ പേര്, നമ്മൾ പശുമുട്ടായി എന്ന് പറയാ. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ, ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന പുളിമുട്ടായി ഇല്ലേ, അതിൽ പെട്ട എന്തോ ഒരു item ആണത്. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയതേ ഉള്ളൂ, വാങ്ങിച്ചില്ല. പിന്നെ ഈ ഒരു ചോക്ലേറ്റ് ഉണ്ടോ, ഇത് ഭയങ്കര സ്ലിം ആയിട്ട് പറഞ്ഞാൽ ഭയങ്കര സ്ലിം ആയിട്ട് ഒരു ഷീറ്റ് പോലെയായിരുന്നു. ഫ്രൂട്ട് ബാർ ഹാപ്പർ അങ്ങനെയാണ് ഇതിന്റെ എന്തോ പേര്. പിന്നെന്താ, ഇത് വേറെ എന്തോ ഒരു സാധനമാണ്. ഇത് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. വെറുതെ ജസ്റ്റ് ഇങ്ങനെ നോക്കുന്നേ ഉള്ളൂ. ഈ ഒരു ബക്ലാവന്റെ ചോക്ലേറ്റ് ഞാൻ വാങ്ങിച്ചിട്ടു. അത് വൈറ്റ് ചോക്ലേറ്റ് ആണ് വരുന്നത്. പിന്നെ ഈ ഒരു ലോലിപോപ്പ് ഉണ്ട്, ബർഗർ ഷേപ്പിലാണ് വരുന്നത്. അങ്ങനെ ക്യൂട്ട് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇത് ഓറഞ്ച് ഷേപ്പിലുള്ള ഒരു സ്വീറ്റ് വരുന്നുണ്ട്. ഇത് എന്താണ് ടേസ്റ്റും കാര്യങ്ങളൊന്നും അറിയില്ല, ജസ്റ്റ് നോക്കിയുള്ളൂ. അങ്ങനെ നമ്മൾ ഒമാൻ ചിപ്സിന്റെ ഒരു ചെറിയൊരു ടിന്ന് അവിടുന്ന് വാങ്ങിച്ചു കേട്ടോ. ഒമാൻ ചിപ്സിന്റെ ടിന്നും അതുപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ച ബക്ലാവിന്റെ ആ ചോക്ലേറ്റ് മാത്രമേ നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഐസ്ക്രീമും പിന്നെ അതാ നമ്മുടെ കിൻഡർ ജോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു കിൻഡർ ജോയ് നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഈ ഒരു ടൈപ്പ് കിൻഡർ ജോയ് നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ അതാ നമ്മൾ ഇറങ്ങാൻ ടൈമിലാണ് നമ്മുടെ ഐസ്ക്രീം അവിടുന്ന് എടുക്കുന്നത്. ഈ ഒരു ഐസ്ക്രീം അത്യാവശ്യം ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനൂടെ 26 റിയാലാട്ടോ വരുന്നത്. അങ്ങനെ അതാ നമ്മൾ നേരെ അൽബേക്കിലേക്ക് കയറി. ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി. പക്ഷെ നമ്മൾ ഈ ഒരു പർച്ചേസിങ്ങും
വെറുതെ ഈ നടത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അത്യാവശ്യം വിശക്കാൻ തുടങ്ങിയിരുന്നു റൂമിൽ കയറാൻ നേരത്തെ. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു ഫിഷ് ഫില്ലറ്റും കാര്യങ്ങളൊക്കെ ഓർഡർ ആക്കിയിട്ട് കഴിച്ചു. അത്യാവശ്യം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫിഷ് ഫില്ലറ്റ്. അങ്ങനെ നമ്മളെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ നേരെ റൂമിലേക്കാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ഔട്ടിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.